നമസ്കാരം. നാലും ആറും ആടുമെങ്കിൽ പിന്നെ ആട്ടാനൊന്നും ബാക്കിയില്ലെന്നാണ് എഴുത്തച്ഛൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എല്ലാം ആടിത്തിരുമ്പോഴും ആട്ടാൻ എന്തെങ്കിലുമില്ലെങ്കിൽ മനസമാധാനമില്ലാത്ത കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരാടാതെ നിൽക്കുന്നതിനെയും ആട്ടാൻ നോക്കും, ഉലുത്തിപ്പറിച്ചിടാൻ നോക്കും. അത്തരക്കാർ ആട്ടാൻ ശ്രമിച്ചതെല്ലാം ചെടിച്ചട്ടിയിൽ വേരുറപ്പിച്ചതാണ്. മണ്ണിലും മനസ്സിലും ഉറച്ചു നിൽക്കുന്നതിനെ അങ്ങനെ ആട്ടിപ്പറിക്കാൻ കഴിയില്ല. ഒരു സിനിമാക്കാരനും ഒരു ചാനൽ ചാവേറും ഒരു മറുകണ്ഠം ചാടി അപ്പുക്കുട്ടനും കൂടി ഒരാളെ ആവുന്നത്ര ആട്ടാൻ നോക്കി. അത് മറ്റാരുമല്ല, മറുനാടൻ മലയാളിയുടെ എഡിറ്റർ ഷാജൻ സ്കറിയായെയാണ്. മലയാള സിനിമയ്ക്ക് ഒരു രാജകുമാരനുണ്ടെങ്കിൽ അത് ഞാനേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പൃഥ്വിരാജ് ആ കനക സിംഹാസനത്തിൽ കയറിയിരിക്കുന്നത്. വർഗീയത വിറ്റും മതവിദ്വേഷം വിറ്റും എങ്ങനെ 100 കോടി ക്ലബിലെത്താമെന്ന് ചിന്തിച്ചു തുടങ്ങിയതോടെ കുമാരൻ്റെ സിംഹാസനത്തിന് ഇളക്കം തട്ടി. ലൂസിഫറിന് ശേഷം അത്ര നല്ല സമയമല്ല രാജുവിന്. എമ്പുരാനുണ്ടാക്കിയ വിവാദങ്ങൾ ചില്ലറയൊന്നുമല്ല. സകല കമ്മികളും ഒന്നിലധികം തവണ ആവർത്തിച്ച് കണ്ടാണ് ആ സിനിമയെ പ്രോത്സാഹിപ്പിച്ചത്. പൃഥ്വിരാജിനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, ഇംഗ്ലീഷ് അറിയാവുന്ന ഭാര്യ ഒരു വരവ് വരും. രാജുവിന് പിന്നെയും സങ്കടം ബാക്കിയുണ്ടെങ്കിൽ മല്ലിക ചേച്ചി വരും. സിനിമ പൊട്ടിയാൽ ഇങ്ങനെ സംവിധായകൻ്റെ അമ്മയും ഭാര്യയും ഇറങ്ങി വിമർശകരെ ചീത്ത വിളിക്കുന്ന പരിപാടി ഈ കുടുംബത്തിലേ ഉള്ളൂ. അടുത്തിടെയായി തൻ്റെ പരിപ്പ് നന്നായി വേവുന്നില്ല എന്ന് മനസ്സിലാക്കിയ പൃഥ്വിരാജ് ഒടുവിൽ പുതിയ സിനിമയിൽ ഒരു ഐറ്റം പരീക്ഷിച്ചു. ഈ സിനിമയുടെ 2ാം പകുതിയിൽ മാധ്യമങ്ങളുടെ സെൻസേഷണലിസത്തെയും വ്യാജ വാർത്ത നിർമ്മാണത്തെയും വിമർശിക്കുന്നതിൻ്റെ ഭാഗമായി പലനാടൻ മലയാളി എന്ന പേരിൽ ഒരു ഓൺലൈൻ ചാനൽ കഥാപാത്രത്തെ സൃഷ്ടിച്ചു. സാധാരണക്കാരനായ ഒരു വ്യക്തി അവിചാരിതമായി കേസിൽപ്പെടുമ്പോൾ റേറ്റിംഗിനും കാഴ്ചക്കാർക്കും വേണ്ടി മാധ്യമങ്ങൾ അയാളെ എങ്ങനെ ക്രൂശിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് പലനാടൻ മലയാളി എന്ന കഥാപാത്രത്തെ നിർമ്മിച്ചത്. തന്നോളം തന്നെ പ്രശസ്തനും അന്തംകമ്മികളുടെ ആജന്മശത്രുവുമായ ഒരാളെ കഥാപാത്രമാക്കി പരിഹസിക്കുമ്പോൾ കമ്മിക്കൂട്ടങ്ങൾ ഇടിച്ചു കയറി തിയേറ്ററിനെ ധന്യമാക്കുമെന്നാണ് ആ പാവം കരുതിയത്. എന്തായാലും ഷാജൻ സ്കറിയ ഫേസ്ബുക്കിൽ കുറിച്ച പോലെ പൃഥ്വിരാജിൻ്റെ ഈ കുത്തിക്കഴപ്പിന് ആദ്യ ദിനം തന്നെ സിനിമയെ തിയേറ്ററിൽ നിന്ന് ഓടിച്ച് ജനങ്ങൾ മറുപടി നൽകി. കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ പറഞ്ഞത് ജനം അംഗീകരിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പരാജയൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നിൻ്റെയൊക്കെ കുരു ഇങ്ങനെ പൊട്ടിയൊലിക്കുമ്പോഴാണ് മറുനാടനൊരു സംഭവമാണെന്ന് ഞങ്ങൾക്ക് പോലും ബോധ്യമാകുന്നത് എന്ന് അദ്ദേഹം കുറിച്ചു. ഈ ഓൺലൈൻ ചാനൽ അവതാരകനെ അവതരിപ്പിച്ചത് തന്നെ വളരെ ബോറായി തോന്നിയെന്നാണ് പ്രേക്ഷകരും പറയുന്നത്. സിനിമയുടെ ഓരോ അണുവിലും തൻ്റെ കരസ്പർശം അനുഭവേദ്യമാക്കുന്ന പൃഥ്വിരാജ് ഇടവേളയ്ക്ക് ശേഷമുള്ള കഥയോ തിരക്കഥയോ വായിച്ചിട്ടുണ്ടോ, എന്നിട്ടാണോ അഭിനയിച്ചത് എന്ന് പോലും ചിലർ സംശയം ചോദിച്ചു. പൃഥ്വിരാജ് എടുത്തൊരു സിനിമ കാരണം ഈ നാട്ടിൽ കലാപമുണ്ടാകാൻ തുടങ്ങിയത് നമ്മൾ കണ്ടതാണ്. ആ പുള്ളിയാണ് സാമൂഹിക സത്യസന്ധതകളെപ്പറ്റി ഗീർവാണം അടിക്കുന്നത്. കേന്ദ്രം സിനിമ പിടിച്ചു വാങ്ങി 17 ചെത്ത് ചെത്തിയ ശേഷമാണ് തിയേറ്ററിൽ ഓടാൻ കൊടുത്തത്. മോഹൻലാൽ എന്ന മഹാനടനെ പോലും അപഹസിക്കുന്ന തരത്തിലായിരുന്നു ആ സിനിമയിൽ അദ്ദേഹത്തെ അവതരിപ്പിച്ചത്. അതോടെ ലാലിൻ്റെ ആരാധകരും രാജപ്പനെതിരായി. മണ്ണിലിറങ്ങാൻ ആഗ്രഹിക്കാത്ത, സത്യസന്ധനല്ലാത്ത ഒരു ഫിലിം മേക്കറായിട്ടാണ് ഇപ്പോൾ പൃഥ്വിരാജിനെ ജനങ്ങൾ കാണുന്നത്. മറുനാടനെ അപഹസിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചാൽ സിനിമയ്ക്ക് ഗുണമാകുമെന്ന് കരുതിയ പൃഥ്വിരാജിനെ പോലെ തന്നെ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മറുനാടനെ വിമർശിച്ചാൽ റീച്ച് കിട്ടുമെന്ന് കരുതുന്ന ഒരു പാവമാണ് പിരായിരി അപ്പുക്കുട്ടൻ. ശ്രീനാദേവി കുഞ്ഞമ്മയെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ യൂട്യൂബറായ രാജൻ ജോസഫിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഒരു സാങ്കല്പിക കഥ എഴുതി സരിൻ പോസ്റ്റിട്ട് തെറികൾ വാങ്ങിക്കൂട്ടിയത്. പി ദിവ്യയെ അപമാനിച്ച കേസിൽ ഷാജൻ സ്കറിയായെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് സങ്കല്പിക്കുകയും അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഡിവൈഎഫ്ഐക്കാർ മർദ്ദിക്കുകയുമാണെങ്കിൽ എന്താകും അവസ്ഥ? ഇതാണ് ചോദ്യം. പക്ഷേ രാജൻ ജോസഫിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും പോലീസ് സ്റ്റേഷന് സമീപം വെച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ അടിക്കുകയും ചെയ്തിട്ടും ബ്രേക്കിംഗ് ന്യൂസ് ഇല്ല, ഓൺലൈൻ കുത്തിത്തിരിപ്പ് വാർത്തയില്ല, അച്ചടി മാധ്യമങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് അദ്ദേഹം വിലപിക്കുന്നത്. താങ്കൾക്ക് വിവരമില്ലെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ് അപ്പുകൂട്ട. രാജൻ ജോസഫ് ചെയ്ത തെമ്മാടിത്തരത്തെ ന്യായീകരിക്കാൻ ആർക്കും കഴിയില്ല, നിങ്ങൾക്കല്ലാതെ. സ്ത്രീത്വത്തെ അപമാനിച്ച മനുഷ്യനാണ് അയാൾ. ലൈംഗികാധിക്ഷേപങ്ങൾ നടത്തിയ ആളാണ്, ഒന്നല്ല പലതവണ. തൻ്റെ മുഴുത്ത നേതാവായ പിണറായി വിജയൻ്റെ മരുമകനും ഇളമരം കരീമും തമ്മിൽ അവിഹിതമുണ്ടെന്ന് പറഞ്ഞതും അയാൾ തന്നെയാണ്. എന്നാൽ പി ദിവ്യയുടെ സ്ത്രീത്വത്തെ ഏതെങ്കിലും തരത്തിൽ മറുനാടൻ അപമാനിച്ചതായി കേസുണ്ടോ? ഭരണകൂടത്തിനെതിരെ വാർത്ത കൊടുത്തതിൻ്റെ പേരിലാണ് കഴിഞ്ഞ 10 വർഷവും ഷാജൻ സ്കറിയായെ പിണറായി വിജയൻ്റെ പോലീസ് വേട്ടയാടിയത്. ഒപ്പം സൈബർ വെട്ടുകിളി സംഘങ്ങളും ഉണ്ടായിരുന്നു.
നൂറുകണക്കിന് കള്ളക്കേസുകളാണ് എടുത്തത്. എന്നാൽ അതിൽ ഒന്നിൽ പോലും അദ്ദേഹത്തെ ജയിലിലടയ്ക്കാൻ ആ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു ചുരുക്കം നിരാശയും ഇപ്പോഴും പിണറായി ഭക്തർക്കുണ്ട്. അന്ന് PV അൻവറുടെ നേതൃത്വത്തിൽ ഒരു ഗൂഢസംഘം പ്രവർത്തിച്ചിരുന്നു. പക്ഷേ എന്തു പറയാനാണ്, ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒറ്റ ഒരുത്തം പോലും പിൽക്കാലത്ത് രക്ഷപ്പെട്ടില്ല. ഒരുത്തൻ തേരാപ്പാര അലഞ്ഞു നടക്കുന്നു. മറ്റൊരുത്തനെ ജനങ്ങൾ അടിച്ചു പുറത്താക്കി. ഇനി ഒരുത്തനെ മധുരയിൽ നിന്നും പാർട്ടി തന്നെ പറഞ്ഞു വിട്ടു. ഗെയിം ഈസ് ഓവർ. സരിൻ കോൺഗ്രസിലായിരുന്നപ്പോൾ പിണറായി വിജയനെ പറ്റി ഒരു കൊള്ളുവില്ലാഴിക എഴുതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തവനാണ് ഈ അപ്പുക്കുട്ടൻ. പിണറായി വിജയൻ കേരളത്തിലെ ബലാത്സംഗ വകുപ്പിൻ്റെ ക്യാപ്റ്റനാണെന്നാണ് ഇയാൾ എഴുതിയത്. അങ്ങനെയുള്ള ഒരുത്തർ ഒട്ടും പുളിയില്ലാതെ സീറ്റ് തേടി മറുകണ്ഠം ചാടി. അതേ പിണറായി വിജയൻ്റെ പാതാരബിന്ദങ്ങളിൽ പോയി അഭയം തേടി 80,000 രൂപ ശമ്പളത്തിന് ജോലിക്കാരനായി. ഇതുപോലെ രാഷ്ട്രീയ വകതിരിവോ ബോധ്യങ്ങളോ വിവരമോ വെള്ളിയാഴ്ചയോ ഇല്ലാത്ത ഒരു പുളുന്താനെയാണല്ലോ കോൺഗ്രസ് അവരുടെ സൈബർ വിഭാഗത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചിരുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് അത്ഭുതം. അനാഥനായ ഒരു അന്തംഗമ്മിയെപ്പോലെ രാഷ്ട്രീയ വരമ്പുകളിലൂടെ അഭയമില്ലാതെ അലയുകയാണ് ഈ സരിൻ ഇപ്പോൾ. എന്തായാലും മറുനാടനെ ആക്ഷേപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൻ്റെ ഗുണമുണ്ടായി. സാധാരണ 100-300 പേരൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കമൻ്റ് ഇടാറുള്ളൂ. ഇവിടെ 1000-ലധികം കിട്ടി. അപ്പോൾ ലാഭം തന്നെയാണ്. കമ്മികൾ പോലും സരിൻ്റെ പോസ്റ്റുകൾക്ക് പ്രതികരിക്കാറില്ല. കാരണം ഇയാളെയൊക്കെ പാർട്ടിയിൽ എടുത്തു വെച്ചതിൻ്റെ ദോഷമാണ് ഈ അനുഭവിക്കുന്നത് എന്ന് അവർക്ക് നല്ലതുപോലെ മനസ്സിലായി തുടങ്ങി. രാജൻ ജോസഫ് എന്ന വകതിരിവില്ലാതെ വർത്തമാനം പറയുന്ന ഒരുത്തനെയും ഷാജൻ സ്കറിയയും തമ്മിൽ താരതമ്യപ്പെടുത്തിയ ഇയാളുടെ തലയിൽ കളിമണ്ണല്ല ചുണ്ണാമ്പ് തന്നെയാണ്. സരിൻ ഉദാഹരിച്ച ആ ശ്രീനാദേവി ഉണ്ടല്ലോ, ആ സ്ത്രീ ആരെയെങ്കിലും അപമാനിച്ച് ഭീഷണിപ്പെടുത്തി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതായി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? തനിക്ക് മര്യാദയ്ക്കൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ പോലും കഴിയാത്ത വിവരമില്ലായ്മയാണ്. സ്ത്രീകളെ തെറിയഭിഷേകം ചെയ്യുകയും വേണ്ടാധീനങ്ങൾ പറയുകയും മരുമോനെയും ഇളമരത്തെയും ചേർത്ത് അവിഹിത കഥ മെനയുകയും ചെയ്ത രാജൻ ജോസഫിനെ ജാമ്യത്തിലെടുത്തു കൊണ്ടുപോയത് CPMൻ്റെ ഏരിയ കമ്മിറ്റി ഭാരവാഹികളായിരുന്നു. സത്യത്തിൽ ഇയാൾ എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരുടെ മുഴുവൻ തെറി വാങ്ങിച്ചു കൂട്ടി സ്വയം ഇളിഭ്യനാകുന്നത് ഈ സരിൻ? ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നാൽ അവതാരകരായ പെൺകുട്ടികളുടെ ചോദ്യങ്ങൾക്ക് പോലും വ്യക്തമായി മറുപടി പറയാൻ കഴിയാത്ത ഒരു മൊണ്ണയാണ് ഇയാൾ. ശരിക്കും ഈ പോസ്റ്റിലൂടെ സരിൻ വാങ്ങിച്ചു കൂട്ടിയ തെറികൾ ചില്ലറയൊന്നുമല്ല. ഇയാളുടെ പോസ്റ്റ് എടുത്ത് നോക്കിയാൽ അറിയാം. ഷാജൻ സ്കറിയയെ കൊണ്ട് കഴിഞ്ഞയാഴ്ച കഴിച്ചുകൂട്ടിയ ഒരു അന്തംകമ്മി സൈബർ ചാവേറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് SK സജീഷ്. പുള്ളി ചോദിക്കുന്നത്, KSUക്കാരന് മുഖ്യമന്ത്രിയെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ, RV ബാബുവും ശശികലയും പോയി കണ്ടു. ഈ സമൂഹത്തിൽ ആർക്കും അത്ര താല്പര്യമില്ലാത്ത മുസ്ലിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന മറുനാടൻ ഷാജൻ സ്കറിയ പോയി മുഖ്യമന്ത്രിയെ കണ്ടു. ഇതൊക്കെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണത്രേ. ഷാജൻ സ്കറിയയെ ഈ സമൂഹത്തിൽ ആർക്കും വലിയ താല്പര്യമില്ല. ശരി, ആയിക്കോട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെയും പിണറായി വിജയനെയും ഗോവിന്ദനെയും ഒക്കെ സമൂഹം വാരി പുണരുകയായിരുന്നല്ലോ. പുണരുക മാത്രമല്ല, മുത്തവും കൊടുത്തു. അതിൻ്റെ ഫലമായിരുന്നല്ലോ നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് വിജയം. മുഖ്യമന്ത്രി അകലം കൽപ്പിച്ച് പുറത്തു നിർത്താൻ തക്ക എന്ത് അയോഗ്യതയാണ് മറുനാടനുള്ളത്? സർക്കാരിൻ്റെ കള്ളത്തടി വെട്ടിവിറ്റ് കോടികൾ ഉണ്ടാക്കിയോ? അതുകൊണ്ടൊരു ചാനൽ തുടങ്ങിയോ? അതോ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് പല പല ബിസിനസ്സുകൾ ചെയ്ത് കാശുണ്ടാക്കിയോ? മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്ത് ഒരു സർക്കാരിനെ പറ്റിച്ച് ഒരു സ്റ്റേഡിയം അലങ്കോലമാക്കി കൊടുത്തോ? അദ്ദേഹത്തിൻ്റെ പേരിൽ അഴിമതി കേസുകളോ ED ആക്രമിച്ചതിൻ്റെ കേസോ ബലാത്സംഗ കേസോ ഉണ്ടോ? അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണാൻ പോയത് തൻ്റെ കേസുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടാനല്ല, സ്വന്തം കാര്യസാധ്യത്തിനുമല്ല. പിണറായി പോയി സതീശൻ വന്നു എന്നതുകൊണ്ട് മാത്രം മറുനാടൻ എന്നല്ല ഒരാൾക്കും നിലവിലുള്ള നിയമത്തിനും ഭരണഘടനയ്ക്കുമെതിരായി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതിനെ രണ്ടിനെയും മാനിച്ച് സമൂഹത്തെ ആദരവോടെ കണ്ട് പറയേണ്ടവരെ 10 പറഞ്ഞു ജീവിക്കുന്ന ഒരാളെയും കള്ളക്കേസെടുത്ത് അകത്താക്കാൻ ഒരു ഭരണകൂടത്തിനും കഴിയില്ല സജീഷേ. വെറുതെ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ കരഞ്ഞു വിലപിച്ച് നടക്കാമെന്ന് മാത്രം. നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാനില്ല. പൊതുസമൂഹത്തിൽ നിന്നും വേര് പറഞ്ഞ് ഏത് നിമിഷവും നിലംപതിച്ചേക്കാവുന്ന ഒരു പടുമരമായി മാറി നിങ്ങളുടെ പാർട്ടി. കഴിഞ്ഞ 5 വർഷം തുടർച്ചയായി മറുനാടനെ പൊക്കണം എന്ന് പറഞ്ഞു നടന്നു. പറഞ്ഞവരെ ജനം പൊക്കി തോട്ടിലെറിഞ്ഞു. ഇപ്പോഴാ പേര് പറഞ്ഞ് സ്വയം പൊങ്ങാമെന്ന് കരുതി ജീവിക്കുന്ന കുറേ അല്പപ്രാണികൾ.